സുധി ചന്ദ്രമതിയുടെ അടുത്തുനിന്ന് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അത് കേട്ട് കരഞ്ഞുകൊണ്ട് ചന്ദ്രമതി താഴത്ത് പോയിട്ട് എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്, എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞു, എന്താ എൻ്റെ മകന് പറ്റിയെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ കരച്ചിലാണ്. അങ്ങനെ സുധിയുടെ അച്ഛൻ സുധീനെ വിളിച്ചിട്ട് ചീത്ത പറയുന്നുണ്ട്, എന്തിനാ നീ അമ്മയോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, മാപ്പ് ചോദിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മാപ്പൊക്കെ ചോദിച്ചിട്ട് പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും രേവതി റൂമിൽ തുണി മടക്കി വയ്ക്കുമ്പോൾ നമ്മുടെ സച്ചിബായി ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ദേഷ്യം വന്നിട്ട് തലേനെ എടുത്തിട്ട് എറിയാൻ വേണ്ടി അങ്ങനെ ഓടുകയാണ് ബാക്കിൽ. അപ്പോൾ ഓടിയിട്ട് ഹോളെത്തിയതും ചന്ദ്രമതിയുടെ മുഖത്ത് പോയിട്ട് തലേന വീഴുന്നുണ്ട്. ചന്ദ്രമതി അതിൻ്റെ പേരിൽ രേവതിയെ കുറേ വഴക്കൊക്കെ പറയുന്നുണ്ട്. നീ വേണം വെച്ചിട്ടല്ലേ ചെയ്ത്, നിനക്ക് എന്താ ഇത്ര അഹങ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് സുധി വന്നിട്ട് അമ്മ ചെയ്തതാണ് തെറ്റ്, അമ്മ എന്തിനാ അങ്ങനെ ചെയ്യാൻ പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയോട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴും ചന്ദ്രമതി ചിന്തിക്കുന്നുണ്ട്, ഭാര്യയുടെ അടുത്ത് പിണങ്ങാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഏലസ് കെട്ടിയത്, പിന്നെന്താ അമ്മേൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. വർഷയാണെങ്കിൽ അബോഷനാകാൻ വേണ്ടി പപ്പായ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അടുക്കളയ്ക്ക് പോവുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, നീ ഉണ്ടാക്കണ്ട, ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൾ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അടുക്കളയിൽ വെച്ചിട്ട് വർഷം വന്ന് കുടിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ എന്തായാലും എന്ന് പറഞ്ഞിട്ട് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോഴേക്കും ആ ജ്യൂസ് വന്നിട്ട് ചന്ദ്രമതി എടുത്ത് കുടിക്കുന്നുണ്ട്. അത് കണ്ടത് വർഷയ്ക്ക് ദേഷ്യം വന്നിട്ട്, ഒരാൾ കുടിക്കാൻ വേണ്ടി എടുത്ത് വെച്ചത് കട്ടെടുത്ത് കുടിക്കുകയാണോ വേണ്ടത്, ആൻറ്റി ഇങ്ങനെ എഴുത്തിയാണെന്ന് അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി, നീ എന്നെ എന്തായാലും പറഞ്ഞു, ഞാൻ കട്ട് കുടിച്ചെന്നു, ഞാൻ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കാണെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ എടുത്ത് കുടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി അവളുടെ അടുത്ത് ചൂടാവുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സുധി വന്നിട്ട് അമ്മേനെ വഴക്ക് പറയുന്നുണ്ട്, ഒരാൾക്ക് എടുത്ത് വെച്ച ജ്യൂസാണ് എടുത്ത് കുടിക്കേണ്ടത്, അമ്മ അത്രയ്ക്ക് മോശമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയെ കുറ്റപ്പെടുത്തുകയാണ്. സുധി എന്താ എത്ര നേരം അമ്മയുടെ അടുത്ത് ഇടഞ്ഞിട്ട് എന്നെ വിളിക്കാത്തത്, ഏലസ് കെട്ടിക്കൊടുത്തതാണല്ലോ, പിന്നെന്താ അത് ഭയങ്കര ശക്തിയുള്ള ഒരാളിൽ നിന്ന് ജപിച്ച് കെട്ടിയതല്ലേ, പിന്നെ എന്താ പറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ട് മേരിയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നാളെ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. വർഷയാണെങ്കിൽ രാത്രി എണീറ്റ് ഡാൻസ് കളിക്കുകയാണ്. ഡാൻസ് കളിച്ച് അബോഷനാവുന്ന എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വർഷ രാത്രി എണീച്ചിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.